ഇസ്രായേലിനെ കാത്തുരക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതിയ അതേ അമേരിക്കയുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഇറാന്റെ 10ഓളം മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് തീതുപ്പിയെത്തിയത്. ഇസ്രായേലിലെ ജനങ്ങൾ നിലവിളിച്ചോടുന്നതും രാജ്യം ഒരു തീഗോളമാകുന്നതും നോക്കി നിൽക്കുക മാത്രമായിരുന്നു പ്രധാനമന്ത്രി നെതന്യാഹു. ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് നിങ്ങൾ ജനങ്ങളെയും ലോകത്തെയും പറഞ്ഞു പറ്റിക്കുകയാണെന്ന് എല്ലാവരും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലിൽ തീമഴ പെയ്യിക്കുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കയുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. തടുക്കാൻ അവർക്ക് ധൈര്യമേ ഇല്ല. ഇസ്രായേലിലെ ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തരാണ്. അവർ നിലവിളിച്ച് ബങ്കറിലേക്ക് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. അമേരിക്കയുടെ വാക്കും കേട്ട് ഇറാനെതിരെ ആയുധമെടുത്തതിന് ഇസ്രായേൽ മോങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാനിൽ ആക്രമണം നടത്തി സംഘർഷത്തിന് തുടക്കമിട്ട ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന പ്രഹരമാണ് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലും ലെബനനിലും സിറിയയിലും എല്ലാം ഏകപക്ഷീയമായ ആക്രമണം നടത്തി ലോകത്തിനു മുന്നിൽ വലിയ സൈനിക ശക്തിയെന്ന് അഹങ്കരിച്ച ഇസ്രായേലിന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരങ്ങളാണ് തിരിച്ചു ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പലയിടങ്ങളിലും ഇറാൻ പിന്തുണയ്ക്കുന്ന മിലിഷ്യകളുമായി ഏറ്റുമുട്ടിയ ആത്മവിശ്വാസത്തിലാണ് ഇറാൻ എന്ന മഹാരാജ്യത്തിലേക്ക് നിങ്ങൾ കാലുകുത്തിയത് എങ്കിൽ നിങ്ങൾ തുറന്നിരിക്കുന്നത് നരകത്തിന്റെ വാതിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ ഇസ്രായേലിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം വൻ തീപിടുത്തം എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. തെക്കൻ നഗരമായ ബീർഷബയിലെ ഓഫീസിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായതെന്ന് CNN ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടേക്ക് വന്ന മിസൈൽ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ തുറസായ പ്രദേശങ്ങളിൽ വെടിക്കോപ്പുകൾ വീണതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതായി ഇസ്രായേൽ പോലീസ് പറഞ്ഞു. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തെക്കൻ നഗരങ്ങളിലുടനീളം സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബീർഷേബയിലെ പ്രധാന സൈനിക ആശുപത്രിയായ സെറോക്ക മെഡിക്കൽ സെന്റർ ഇറാനിയൻ ആക്രമണത്തിൽ തകർന്നു വീണത്. ഇസ്രായേലിന്റെ നെവാറ്റിം വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ബീർഷെബെ. സംഘർഷം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മിസൈൽ ആക്രമണം അയവില്ലാതെ തുടരുന്ന കാഴ്ചയാണ് അവിടെയുള്ളത്. ഇറാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ഉടനെ തന്നെ വലിയ തിരിച്ചടിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബങ്കർ രാജ്യമായിരുന്നില്ലെങ്കിൽ എത്രമാത്രം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും ഗൗരവകരമാണ് ഇസ്രായേലിന്റെ സ്ഥിതി. ഇറാൻ വലിയ രാഷ്ട്രമായതിനാൽ അവിടുത്തെ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു മാറാൻ വിദൂര പ്രദേശങ്ങളുണ്ട്. എന്നാൽ കുഞ്ഞു രാജ്യമായ ഇസ്രായേലിന്റെ അവസ്ഥ അങ്ങനെയല്ല. ഇതുതന്നെയാണ് ആ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നവും. ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ അങ്ങോട്ട് നശിപ്പിച്ചു കളയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിലും വലിയ ശക്തിയാണ് ഇറാൻ എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേലിനെ പൂട്ടാൻ വേണ്ടി ഇറാൻ ആവനാഴിയിലെ ഓരോ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളും അവർ ശേഖരിച്ചുവെന്നും കേൾക്കുന്നു. ഏത് യുദ്ധത്തിലും നോക്കിയാൽ അറിയാവുന്നതാണ് യുടെ സാധ്യത വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജോലിയിൽ പോലും അതിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് പലരുടെയും ജോലി പോയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സാങ്കേതിക വിദ്യ വളരെ വേഗം പഠിച്ചെടുക്കുക എന്നതാണ്. നമ്മുടെ ജോലിയിലും മറ്റ് മേഖലകളിലും എല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഇരട്ടി വരുമാനം ഉണ്ടാക്കാനും ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ഓഡിയൻസിന് ഫ്രീ ആയി 2 ദിവസത്തെ പരിശീലന ലൈവ് പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നല്ല അവസരം വന്നിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 10,000 രൂപ വിലയുള്ള ഈ ലൈവ് ക്ലാസ് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഫ്രീ ആയി ജോയിൻ ചെയ്യാൻ അവസരമുണ്ടാകുക. ഔട്ട്സ്കിൽ ഒരുക്കുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയാണിത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 11 മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള 16 മണിക്കൂർ ലൈവ് പരിശീലനമാണ് ഇവർ നൽകുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യുക. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള അതിമാരകമായ ഫത്തയടക്കമുള്ള മിസൈലുകളാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ആർക്കും തൊടാനാകില്ലെന്നും പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ചെടുത്ത് ഇസ്രായേലിന് കാവലൊരുക്കിയ പല മാരക ആയുധങ്ങളും ഇതിനോടകം തന്നെ ഇറാന്റെ മിസൈൽ വർഷത്തിൽ കത്തിച്ചാമ്പലായിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതോടെയാണ് ഇറാന് നേരെയുള്ള ആക്രമണം വലിയ തെറ്റായി പോയതായി അമേരിക്ക അടക്കം തിരിച്ചറിഞ്ഞത്.
ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞു തകർക്കേണ്ടി വരുന്നതാണ് വ്യോമ പ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അയൺ ഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും നാശമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇത്തരമൊരു വിശദീകരണം നൽകാൻ നിർബന്ധിതമായിരിക്കുന്നത്. ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം മാത്രം ഇത്തരം 10 മിസൈലുകളാണ് ചെന്നു പതിച്ചത്. നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വൻ കെട്ടിടങ്ങളും നിലം പൊത്തിക്കഴിഞ്ഞു. ഇപ്പോഴും കനത്ത ആക്രമണം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം കഴിഞ്ഞ 13-ന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി പലവട്ടം ഫോണിൽ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്താതെ ഇറാൻ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് അറാക്ചി സ്വീകരിച്ചത്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മേർട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിനെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നതെങ്കിലും ആക്രമണത്തിന് ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന് വഴി തേടണമെന്നും മേർട്സ് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുമെന്നതിനാൽ ഇവിടെ എടുക്കുന്ന തീരുമാനം നിർണായകം തന്നെയാണ്. അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ ഇറാനെ സഹായിക്കാൻ തങ്ങളും രംഗത്തിറങ്ങുമെന്ന നിലപാട് റഷ്യയും ചൈനയും സ്വീകരിച്ചതിനാൽ അമേരിക്കയിലും കടുത്ത ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടു. മൂന്നാം ലോക മഹായുദ്ധത്തിന് ട്രംപ് വഴിമരുന്നിടരുതെന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ എന്നും സംഘർഷമുണ്ടായിരിക്കേണ്ടത് ചിലരുടെ സംഘടിത താല്പര്യങ്ങൾ കൊണ്ടാണോ എന്ന സംശയം പോലും നമുക്ക് തോന്നും, അല്ലേ? ഇന്ന് ലോകം സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പിരിമുറുക്കം മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കുറേ വർഷങ്ങളായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടിനെ അപലപിക്കാനല്ലാതെ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാനോ ഇവിടെ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പറഞ്ഞിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തത്രപ്പാടുപെടുകയായിരുന്നു അമേരിക്കയും ഒപ്പം പാശ്ചാത്യ ശക്തികളും. ഗാസയിലെ പാവം മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്ന് അവർക്ക് UN അടക്കം നൽകുന്ന ആനുകൂല്യങ്ങളെ പോലും തടഞ്ഞുവെച്ച് ഇസ്രായേൽ തുടരുന്ന വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമായിരുന്നു അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ തണലിൽ വളരുന്ന ഇസ്രായേലിനെ ഭയന്ന് ഈ വിഷയങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് മിണ്ടാതിരുന്ന അറബികൾക്കിടയിൽ വ്യത്യസ്തമായ സ്വരമുയർത്തിയത് ഇറാൻ മാത്രമാണ്. ആർക്കു മുന്നിലും പണയം വെക്കാത്ത നട്ടെല്ലും ആവനാഴിയിൽ ശേഖരിച്ചു വെച്ച ആയുധങ്ങളും ഇറാന് കരുത്ത് സമ്മാനിച്ചപ്പോൾ അമേരിക്കൻ വിരുദ്ധ ചേരിയും പിന്നിൽ നിൽക്കാൻ തയ്യാറായി. പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പൈതൃകം വഹിക്കുന്ന ഇറാൻ അതിന്റെ ജനതയുടെ ധൈര്യവും അഭിമാനവും കൊണ്ടാണ് അറിയപ്പെടുന്നത് പോലും. ഇന്ന് ഇറാന്റെ സൈനിക ശേഷി ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതും അതുകൊണ്ട് തന്നെ. ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരം, ആധുനിക ഡ്രോണുകൾ, സൈനിക സാങ്കേതിക വിദ്യയിലെ പുരോഗതി എന്നിവ ഇറാനെ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റുന്ന ഘടകങ്ങളാണ്. ഇറാൻ ഉണ്ടാക്കിയെടുത്ത ഗാസേം ബസീർ പോലുള്ള മിസൈലുകൾ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ ഈ ശക്തി ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവരുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ്. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങളും വിദേശ ആക്രമണങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും ഇറാൻ തളരാതെ തന്നെ നിന്നു. ഒരു സാധാരണ ഇറാനിയുടെ ജീവിതം അത്രത്തോളം എളുപ്പമല്ല. ഉപരോധങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അവർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അന്തസ്സിനായി പോരാടുന്നു. ഇതൊരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതിഫലനമാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ, പ്രത്യേകിച്ചും ഇറാനെതിരെയുള്ള അവരുടെ ആക്രമണങ്ങൾ ലോകമെമ്പാടും വിവാദമായിരിക്കുന്ന ഘട്ടമാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ തടയാനെന്ന പേരും പറഞ്ഞ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ നിരപരാധികളുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതിനനുസരിച്ച് 224-ലധികം ആളുകൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന ഈ മരണങ്ങൾ യുദ്ധത്തിന്റെ ഭീകരതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പോലുള്ള സൈനിക ഓപ്പറേഷനുകൾ ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ ലക്ഷ്യമിട്ടവയാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾ പലപ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയാണ് തകർക്കുന്നത്. തെല്ലവീവിലും ഹൈഫയിലും ഇറാന്റെ പ്രത്യാക്രമണ മിസൈലുകൾ വീണപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളും ഭയത്തിന്റെ നിഴലിൽ ജീവിക്കേണ്ടതായി വന്നു. യുദ്ധം ഒരു വശത്ത് മാത്രമല്ല, എല്ലാ ഭാഗത്തും ദുരിതമാണ് വിതയ്ക്കുന്നത്. ഇസ്രായേലിന്റെ നയങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ പിന്തുണയോടെയാണ് മുന്നോട്ടു പോകുന്നത്. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഇസ്രായേലിന്റെ സൈനിക ശക്തിയുടെ നട്ടെല്ലാണ്. എന്നാൽ ഈ ആക്രമണങ്ങൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നില്ല, മറിച്ച് വിദ്വേഷവും പ്രതികാരവും വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഈ നയങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും സമാധാനത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇറാന്റെ സൈനിക ശക്തി ഒരു രാഷ്ട്രത്തിന്റെ അതിജീവനത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് പറയാതെ വയ്യ. എന്നാൽ യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. ഇസ്രായേൽ
ഇസ്രായേലിന്റെ ആക്രമണ നയങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരതയെ തകർക്കുന്ന ഒന്നാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദങ്ങൾക്ക് പകരം സമാധാനത്തിന്റെ സ്വരമാണ് ഉയരേണ്ടത്. ഇറാനിയൻ ജനത അവരുടെ ധൈര്യവും അഭിമാനവും കൊണ്ട് ലോകത്തിന് അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഒരു രാഷ്ട്രം തളർത്തപ്പെടാത്ത തങ്ങളുടെ അന്തസ്സിനായി പോരാടുമെന്ന വലിയ സന്ദേശം. എന്നാൽ ഈ പോരാട്ടം ആയുധങ്ങളുടേത് മാത്രമല്ല, ഹൃദയങ്ങളുടെ കൂടിയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു വശത്തിന്റെ വിജയത്തിനോ തോൽവിക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് മനുഷ്യരാശിയുടെ ഭാവിയെ രക്ഷിക്കാനാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്. നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ AI സാങ്കേതിക വിദ്യ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ കാണേണ്ടതും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.